ഞാൻ ചായ എടുക്കാം. നിങ്ങളുടെ മകയ്ക്ക് ഈ വീട്ടിൽ നിന്നാണ് ഭർത്താവ് എന്ന് വിധിയുണ്ടാകും. അതാണ് ഒരുപാട് അന്വേഷിച്ചിട്ട് ഇവിടെ തന്നെ എത്തിയത്. സുഖമായിട്ട് കുറെ അന്വേഷിച്ചതാ, അവസാനം ഇവിടെ തന്നെ വന്നല്ലോ. ആ പലഹാരത്തട്ടെടുത്തു. അതെ, കിണുങ്ങാതെ നടന്ന്. ഇത് തന്നെ ഞങ്ങൾ വീട്ടിൽ പറഞ്ഞത്. അവസാനം കറങ്ങി തിരിഞ്ഞ് ഇതിൽ തന്നെ എത്തിയെന്ന്. കഴുക്കൂലൂത്തരൊക്കെ അതുപോലെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അല്ലാതെ എല്ലാ ആഴ്ചയും തമാശ കിളക്കി എടുത്ത് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. തമാശയല്ല. ഷായ, സുഭാഷ് വന്ന് പരിപ്പോട ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞ് എപ്പോഴും ഞങ്ങൾ ചിരിയ. ഉള്ളത് പറയാലോ, അതുകൊണ്ടേ അവള് പരിപ്പോട ഉണ്ടാക്കാൻ പഠിച്ചു. അതെ, നല്ല പറക്കം തെളിക പോലെയുള്ള പരിപ്പോട. ഇത് മോനുണ്ടാക്കിയതാണോ? അല്ല, അത് വാങ്ങിച്ചതാ. തോന്നി, ഏറുപടക്കം പോലുണ്ട്. നല്ല തമാശക്കാരൻ വെറുതെ. അപ്പൊ എല്ലാം സംസാരിച്ച് തീർന്നല്ലോ അല്ലേ? എല്ലാ കണ്ടീഷനും ഓക്കെയാണല്ലോ. കുഴപ്പമാവോ? എന്ത് കണ്ടീഷൻ? അതൊന്നുമില്ല സുഭാഷേട്ടാ. ഈ കല്യാണം എവിടെ നടത്തണം, എത്ര സ്വർണ്ണം എടുക്കണം, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഇല്ലേ? അല്ലേ? അതെ, കല്യാണം നിങ്ങൾ എവിടെയാണ് നടത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ നമുക്ക് നടത്താം. പിന്നെ സ്വർണത്തിന്റെ കാര്യം, അതിലിപ്പോ ഞങ്ങൾക്കൊരു നിർബന്ധമില്ല. അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ നിലപാട്. പക്ഷെ ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടത് എന്താണോ അത് ഞങ്ങൾ നല്ല വൃത്തിയായി ചെയ്യും. ഓ, വളരെ നല്ലത്. ഇന്നു ബുധൻ രാഹു 12 തുടങ്ങും. അതിനു മുമ്പ് നിശ്ചയത്തിന്റെ തീയതി കുറിച്ചാലോ? പയ്യന്റെ ജാതകം കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ മുഹൂർത്തം നോക്കിച്ചു. അടുത്ത മാസം ഒരു 3 മുഹൂർത്തം ഉണ്ട് അല്ലേ ഏട്ടാ? അതെ, 15, 25, പിന്നെ 30. ഇതില് നിങ്ങൾക്ക് ഏതാ ഓക്കെ ആയിട്ടുള്ളത്? അല്ല, 15 ആയിക്കോട്ടെ. മതി, ആവാം. മനസ്സ് ഭാഷട്ടാ. അപ്പൊ അതിന്റെ 4 ദിവസം മുമ്പ് നിശ്ചയത്തിന്റെ ചടങ്ങ് നടത്താം. നിങ്ങൾക്കാർക്കും കുഴപ്പമില്ലല്ലോ. അത് ഞങ്ങൾക്ക് എന്ത് കുഴപ്പമോ? ഒന്ന് വേഗം കഴിഞ്ഞു കിട്ടണം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. യാത്രയില്ല. ശരി. ഇന്ന് മുതല് കാര്യങ്ങൾ ചെയ്തു തുടങ്ങണ്ടേ? തീയതി ഇപ്പൊ ഇങ്ങ് അടുക്കും. മണ്ഡപമൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞാൻ വിളിച്ചു പറയാം. ഓ, ശരി ശരി എന്നാ. വരട്ടെ. ഇത് നമുക്ക് അങ്ങോട്ട് ശരിയാക്കാം ഭാസ്കരേട്ടാ. ഭാഷട്ടാ അപ്പൊ ഇല്ല. എന്നാ ഞങ്ങളങ്ങോട്ട്. ഓ, ശരി എന്നാ. ഇതൊന്നും വേണ്ടായിരുന്നു. വലിയ അവരെയൊന്നും വേണ്ട. ഇതുകൊണ്ട് വേണ്ടായിരുന്നു. എന്താണ് എന്തിനാ നീ കരയുന്നേ? ഒന്നുമില്ലടാ, സന്തോഷം കൊണ്ടാ. ചുമ്മാ ഇവനെ പോലെ ഒരുത്തൻ. നോക്കിയേ, സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരേ കരച്ചിലേനെ. കഷ്ടം തന്നെയാണ് അതിന്റെ കാര്യം. എടാ, ഈ പറഞ്ഞ പോലെ കുറച്ച് പെട്ടെന്നായി പോയില്ലേ? നമ്മളെങ്ങനെ നടത്ത് അവരുടെ മുന്നിൽ വെച്ചൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ചെയ്യാൻ ചേട്ടാ. ഈ കല്യാണം എത്ര വേഗം ഈ വീട്ടിൽ നടത്തി കാണിക്കണം. സുന്ദരിയായ ഒരു കുട്ടിയെ തന്നെ സുഭാഷേട്ടന് കിട്ടുമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. അല്ല, അതല്ലടാ, പെട്ടെന്നുള്ള കല്യാണത്തിന് കാശ് വേണ്ടേ? ഉള്ളതെല്ലാം എടുത്തല്ലേ നമ്മൾ സുധീഷിന്റെ കല്യാണം നടത്തിയത്. ഉടനെ നമ്മൾ അവിടെ പോയി ഉണ്ടാക്കും. എത്ര ശ്രമിച്ചാലും അത് ശരിയാക്കാനൊക്കെ കുറച്ച് സമയം വേണ്ടേ? എന്ത് വർത്തനം സുഭാഷേട്ട ഇത്? എന്റെ കല്യാണം സുഭാഷേട്ടൻ നടത്തിയെങ്കിൽ സുഭാഷേട്ടന്റെ കല്യാണം നടത്തേണ്ടത് എന്റെ അവകാശമല്ലേ? എത്ര വേണമെങ്കിലും, അതിന് 1000 ലക്ഷങ്ങളാണെങ്കിലും ഈ സുധീഷ് കൊടുക്കും. ബെസ്റ്റ്. സുധീഷേട്ടാ, ഒന്ന് ആലോചിച്ചിട്ടൊക്കെ നാക്കെടുത്ത് വീശിയാ പോരെ? ഇന്നേ വരെ ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളാ സുധീഷേട്ടാ. എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം വന്നാ അപ്പൊ അവിടുന്ന് സ്കൂട്ടറാണല്ലേ? ഇത്രയും നാളായിട്ട് എനിക്കൊരു പെൻസിലിംഗ് വാങ്ങുന്നുണ്ടോ? ആ ആളാണ് കല്യാണത്തിന് മൊത്തം ചെലവ് നോക്കാൻ പോകുന്നത്. എന്തിനാ വെറുതെ ഞങ്ങൾക്ക് താങ്ങുന്നത്? ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. നീ നോക്കിയോ സുധീഷേ? സുഭാഷേട്ടൻ ഇതിൽ ഇടപെടണ്ട. ഈ കല്യാണം ഞാൻ നടത്തും. അത് ഉറപ്പായിട്ടുള്ള കാര്യ. നിശ്ചയിച്ച ദിവസം അവര് ഫിക്സ് ചെയ്ത മണ്ഡപത്തില് സുഭാഷേട്ടന്റെ കല്യാണം ഗംഭീരമായിട്ട് നമ്മൾ അങ്ങ് നടത്തും. ഈ ഞാൻ നടത്തും. അതുപോലെ അതെ, ഒരു 3 തവണ സത്യം കൂടി ഇട്ടേക്ക്. ഒരു ഇമ്പാക്ട് കിട്ടിക്കോട്ടെ. ഹരീഷേ, നീ നോക്കിക്കോ. എന്തോടത്? ചുമ്മാ ഇതാണ് കണ്ട് വായി പൊളിച്ചിരിക്കുന്നത്. എന്താണ് ഈ കുട്ടിയുടെ നല്ല പെർഫോമൻസ് അല്ലേ? ഇങ്ങനെ കണ്ട പെൺകുട്ടികളെ റീൽസ് കണ്ടിരിക്കുന്നവരെ ഒരിക്കലും ഏട്ടന്റെ കയ്യിൽ കിട്ടും. എന്തിനു? എടാ, അവളും ഞാനും തമ്മിൽ നടന്ന കല്യാണമാണെന്നുള്ള വിചാരം പോലും അവക്കില്ലല്ലോ. പിന്നെ റീൽസ് അല്ലേ കാണുന്നുള്ളൂ, അല്ലാതെ നേരിട്ട് വായി നോക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഞാൻ കാണും. പോടാ സുധീഷേട്ടാ. എന്താ നിനക്ക് വേണ്ട? ഇത്ര അടുത്ത് നിന്നിട്ട് വിളിച്ചിട്ട് കേട്ടില്ലേ? വിളിക്കുമ്പോ എഴുന്നേറ്റ് കുമ്മട. നീ ആര്? രാജാവ്. ഇങ്ങോട്ടാ പോണു. ഈ റീൽ ഇപ്പൊ കണ്ടില്ലെങ്കിൽ ഓടി പോകുന്നില്ലല്ലോ. അവിടെ തന്നെ ഉണ്ടാവില്ലേ? എനിക്ക് കുറച്ച് സംസാരിക്കണം. നീ സംസാരിക്കണമെന്ന് ആജ്ഞാപിക്കുമ്പോഴേക്കും ഞാൻ എല്ലാം അവസാനിപ്പിച്ച് റെഡിയായി നിൽക്കണോ? എനിക്കിപ്പോ സംസാരിക്കാൻ സൗകര്യമില്ല. നീ ഫോണൊന്നും തരില്ല. ഇങ്ങോട്ട് തരാൻ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ മൊഴി. കല്യാണം എങ്ങനെ നടത്തും? കയ്യില് കാശില്ലാന്ന് സുഭാഷേട്ടൻ പറഞ്ഞതല്ലേ? കേട്ടു. അപ്പോ അത് ശരി. കല്യാണത്തിന്റെ കാര്യത്തില് സുധീഷേട്ടൻ പറഞ്ഞത് എന്താന്ന് ഓർമ്മയില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? കണ്ടില്ലേ നികേഷ്? എല്ലാവരുടെ മുമ്പില് വലിയ ഡയലോഗ് അടിച്ച് വിട്ടിട്ട് ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ? എടാ, നീ പറഞ്ഞേ, ഇങ്ങനെ എന്താ പറഞ്ഞെന്ന്? സുഭാഷേട്ടന്റെ കല്യാണത്തിന് എത്ര ചെലവായാലും വേണ്ടില്ല, അത് മുഴുവൻ സുധീഷേട്ടൻ നോക്കണമെന്ന് സുധീഷേട്ടൻ പറഞ്ഞു. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞു? വേഷം വിട്ട് എടുക്കരുത്. എടാ നികേഷ്, ഞാൻ അങ്ങനെ പറഞ്ഞു നീ പറയുന്നത്? അങ്ങനെ തന്നെ പറഞ്ഞത്. എത്ര ലക്ഷം ചെലവായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അയ്യോ, സത്യമായിട്ടും പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു തന്നെ വെക്ക്. അതിനിപ്പോ എന്താ വേണ്ടത്? ഇതേ നോക്കൂ സുധീഷേട്ടാ, എന്റെ കയ്യിൽ അത്രയ്ക്ക് കാശൊന്നുമില്ല. പറഞ്ഞ പോലെ എല്ലാ ചെലവും സുധീഷേട്ടൻ നോക്കോ, അതോ ഞാൻ എന്തെങ്കിലും ചെയ്യണോ? എടോ, വാ തുറന്ന് പറ. ഇതിന്റെ ചെലവ് ചേട്ടൻ തന്നെ ചെയ്യോ? എടാ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേട്ടാ. എന്റെ കയ്യിൽ എവിടെ കാശുണ്ടാവനാ? എന്നെ ദേഷ്യം പിടിപ്പിക്കലേ.
എല്ലാ ചെലവും ചെയ്യാന്ന് നിങ്ങൾ പറഞ്ഞതാ. ആ, കയ്യിൽ വെച്ചിരുന്ന കാശെല്ലാം നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ചെലവായി പോയി. എന്റെ കല്യാണം സുഭാഷേട്ടൻ നടത്തിയതല്ലേ, ഏട്ടന്റെ കല്യാണം ഞാൻ നടത്തണ്ടേ എന്ന് വലിയ വാചകം അടിച്ച് മറന്നുപോയോ? അത് ശരി. അപ്പൊ എല്ലാ ചെലവും എന്റെ തലയിൽ കെട്ടിവെക്കണം, അതാണ് നിന്റെ ലക്ഷ്യം അല്ലടാ? ഓ, അങ്ങനെ കെട്ടിവെക്കണം നമ്മുടെ ആരും വിചാരിച്ചിട്ടില്ല. പിന്നെ? പറഞ്ഞത് സുധീഷേട്ടൻ തന്നെയാ. ആ. ഇപ്പൊ കാര്യം പറ, കയ്യിൽ കാശുണ്ടോ ഇല്ലയോ? എടോ, ഇല്ലെങ്കിൽ എനിക്ക് എവിടെന്നെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യണം. തുറന്നു പറ. പിന്നെ ഞാനെന്താ കാശടിക്കുന്ന മെഷീൻ വെച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇത്രയും കാശിന് ഞാനിവിടെ പോകാനാ? ചിലപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലാന്ന് പറയുന്നില്ല. എന്ന് വിചാരിച്ചു കല്യാണത്തിന്റെ മൊത്തം ചെലവ് ഞാൻ വഹിക്കണമെന്ന് വെച്ചാൽ അത് എവിടുത്തെ ഏർപ്പാടാ? അത് നടക്കൂല. സുധീഷേട്ടാ, ഹരീഷേട്ടൻ അങ്ങനെയല്ല പറഞ്ഞത്. ആ. എല്ലാ ചെലവും സ്വന്തമായിട്ട് നടത്തിക്കൊള്ളാന്ന് പറഞ്ഞില്ലേ? അത് എന്ത് ഐഡിയ വെച്ചിട്ടാണോ ചോദിച്ചത്? ദേ, നോക്ക്, എനിക്കൊരു കുറിയുണ്ട്, അത് വിളിക്കാം. കുറച്ച് കാശ് ഞാൻ ഓണറിന്റെ അടുത്തൊന്നും ചോദിക്കാം. ബാക്കി കാശിന് എന്ത് ചെയ്യും അത് പറ. എടാ, അത് നമുക്ക് പിന്നെ നോക്കാം. ഡോ, കല്യാണം ഇങ്ങോട്ട് അടുത്തു, പിന്നെ നോക്കാന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാ? എടാ, നിന്റെ ഓണർ പോലെ അല്ല എന്റെ ഓണർ. ഇപ്പൊ തന്നെ അയാളുടെ കാല് പിടിച്ച് കെഞ്ചി പറഞ്ഞിട്ടാ ജോലിക്ക് തിരിച്ചെടുത്തത്. എന്റെ കയ്യിലാണെങ്കിൽ ചില്ലി കാശ് സേവിങ്സ് ഇല്ല. എടാ, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, നീ മനുഷ്യനെ വിട്ടെ. എടോ, ഇയാളെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? പിന്നെ എന്തിനാ കല്യാണം ഏറ്റെടുത്ത് നടത്തിക്കോളാം എന്ന് വിളിച്ചു പറഞ്ഞത്? ഏറ്റെടുത്ത് നടത്താന്ന് പറഞ്ഞ പണം ചെലവാക്കാണെന്നാണ് എന്റെ അർത്ഥം. അതെ, ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാത്ത ഒരു കാര്യം ചെയ്യും. കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്താനും ചെറിയ രീതിയിൽ നടത്താനും അങ്ങ് തീരുമാനിക്കും. കേട്ടാ? അപ്പൊ ചെലവ് കുറച്ച് കുറയുകയും ചെയ്യും. ഇയാളുടെ കാര്യത്തില് ഒരു ഉഗ്ര റിസപ്ഷൻ അവിടെ അറേഞ്ച് ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടോ? ഞാനത് ആവശ്യപ്പെട്ട ഞാനത് ആവശ്യപ്പെട്ടോന്ന് ഒരു കാര്യമില്ലാതെ എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ നിങ്ങളാണ് അത് നടത്തിയത്. അത് നിങ്ങളുടെ തെറ്റാണ്. ഞാൻ നിങ്ങളോട് കാശ് ചെലവാക്കാൻ പറഞ്ഞോ? എന്നിട്ട് നിങ്ങളുടെ മണ്ടത്തരത്തിന് ഞാൻ ഉത്തരം പറയണമെന്നല്ലേ? കൊള്ളാലോ. ദേ, വെറുതെ ഓരോന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കാൻ നിൽക്കല്ലേ. എന്താണോ സംസാരിക്കുന്നത് അത് മാത്രം സംസാരിക്കുക. എടാ, ഇങ്ങനെ വായിന്ന് വെറുതെ കേട്ടാ പിന്നെ കലി വരാണ്ടിരിക്കോ? നോക്കിക്കോ, സുഭാഷേട്ടന്റെ കല്യാണത്തിന് ഇങ്ങനെ 10 പൈസ തരാൻ പോലില്ല. എടാ, ഇന്നേ വരെ വീട്ടിൽ ചെലവിന് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? എടാ, ഇങ്ങനെ വെറും ഫ്രോഡാ. ആരുടെ ഫ്രോഡ്? എടാ, ഇങ്ങനെ കാണിക്കുന്നത് തന്നെയാ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഇപ്പൊ ചെയ്യണത് തനി ഫ്രോഡ് പരിപാടിയാ. ചെലവ് മൊത്തം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നേരെ ഉൾട്ടടിക്കാൻ നോക്കണോ? സുഭാഷേട്ടന്റെ കല്യാണം നാളെന്നല്ലോ. പിന്നെ നീ എന്തിനാ ഇക്കാര്യം ഇപ്പൊ സംസാരിക്കുന്നത്? എടോ, സുഭാഷേട്ട കല്യാണം ഇനി എന്നും നടന്നാലും ഇയാളെ 10 പൈസ തരാൻ പോലില്ല. എടോ, തനിക്ക് അതിനുള്ള മനസ്സുമില്ല, അതിനുള്ള കഴിവുമില്ല. അടിയുണ്ടാക്കില്ല പറയുന്നേക്ക്. ഏട്ടാ, സുധീഷേട്ടാ, ഹരീഷേട്ടാ പറയുന്നേക്ക്. ചേട്ടാ പറയുന്നേക്ക്. സുധീഷേട്ടാ, അടി ഉണ്ടാക്കില്ലേട്ടാ. ഏട്ടാ പറയുന്നേക്ക്. ചേട്ടാ പറയുന്നേക്ക്. ചേട്ടാ, ദൈവമേ. ചേട്ടാ, സുധീഷേട്ടാ, ചേട്ടാ പറയുന്നേക്ക്. നീ ഏട്ടാ പറയുന്നേക്ക്. സുധീഷേട്ടാ പ്ലീസ്. സുഭാഷേട്ടാ, സുധീഷേട്ടാ, ഏടത്ത് പറഞ്ഞേക്ക്. ഏടത്ത് പറഞ്ഞേക്ക്. സുധീഷേട്ടാ മാറ്. ചേട്ടാ മാറ്. ചേട്ടാ വിടിയേട്ടാ പറയുന്നേക്ക്. ചേട്ടാ ഇത് നിർത്തുന്നുണ്ടല്ലോ. ഇത്ര വിവരമില്ല നിങ്ങക്ക്. ചെറിയ പിള്ളേരാണോ നിങ്ങള്? അവര് പോലും ഇങ്ങനെ കെട്ടി പറഞ്ഞ അടി കൂടില്ലല്ലോ. തൂണ് പോലെ ഇത്രയും വളർന്നിട്ട് ഇതിന് അടി കൂടെ നാണല്ലേ? ഇനി ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടാ ഞാൻ വെറുതെ ഇരിക്കുന്നു വിചാരിക്കണ്ട. സോറി സുഭാഷേട്ടാ. എന്താണ് ഇതൊക്കെ? ഞാനൊന്നുമല്ല സുഭാഷേട്ടാ, എന്റെ മകളുടെ വെറുതെ ഇപ്പൊ വന്ന് കയറിയതാ. ഞാനോ? എന്താ ഇത് ഞാൻ പറയട്ടെ? താൻ എന്താ പറഞ്ഞെന്ന് ഞാൻ പറയട്ടെ? എന്താണ് ഞാൻ പറയുന്നത്? ആ കുട്ടി പറഞ്ഞിട്ട് പോയത് നീ ഒക്കെ കേട്ടല്ലേ? ദയവ് ഇത് അടി ഉണ്ടാക്കി രണ്ടുപേരും ഏട്ടത്തിൽ പറഞ്ഞു കൊടുത്തത്. എനിക്ക് അത്ര പറയാനുള്ളൂ. ഓടി പോയി പുറത്തേക്കൊണ്ടാണ് തൂക്കുന്നത്. വെള്ളം നനയ്ക്കാതെ മറ്റുള്ളവരെ മുഖത്തോട്ടാ പൊടി കയറുന്നത്. അയ്യേ, തുടച്ചോണ്ടിരിക്കണേ. എന്തുകൊണ്ടാ ആളെ ഇങ്ങനെ കണ്ടൂടെ? എന്നാ പിന്നെ ഒരു ബക്കറ്റിനകത്ത് വെള്ളം കൊടുത്ത് തലയോട്ട് ഒഴിക്കും. താൻ തോന്നി. ഓഹോ, അമ്മേ കൃഷ്ണ, ദേവി, അമ്മേ ഈശ്വര രക്ഷിക്കണേ. ഭക്തി വിളിപ്പ് അഡ്രസ് നടക്കല്ലേ? ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെന്നുള്ള ചിന്ത വേണം നിങ്ങൾക്ക്. എന്തിനാ ഇങ്ങനെ രണ്ടുപേരും കൂടെ അടികൂടുന്നത്? ഞാൻ എത്ര തവണ നിങ്ങൾ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങൾ അത് വില വെച്ചിട്ടുണ്ടോ? സുഭാഷേട്ടാ, ഞാനൊന്നുമല്ല, ഇവനാ എല്ലാത്തിനും കാരണം. ആഹാ, ഞാൻ എന്ത് ചെയ്യുന്ന? അത് ശരി, പിന്നെ ഞാനാണോ വഴക്കുണ്ടാക്കിയത്? അതെ, ഇയാള് തന്നെ വഴക്കുണ്ടാക്കിയ. പിന്നെ വന്ന് നിർത്തുന്നുണ്ട്. രാവിലെ തന്നെ വീട്ടിൽ നോക്കി രണ്ടുപേരും. ഇന്നലെ ഏടത്തി പറഞ്ഞത് കേട്ടാണല്ലോ. ദേ, ഏടത്തി ഈ വീട്ടിൽ നിൽക്കണോ അതോ പോണോ? നിങ്ങൾ കാരണം ഏട്ടത്തി ഇവിടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ രണ്ടുപേരെ ഞാൻ ഓടിച്ചോടും. ഉറപ്പാ. മതിയടാ, നിർത്ത്. ഇതാണ് നമ്മുടെ കുടുംബം കേട്ടാ. കാലങ്ങളായിട്ട് ജീവിച്ചു പോകുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പെട്ടെന്നൊരു ദിവസം എല്ലാ മര്യാദയും തികഞ്ഞൊരു കുടുംബമായിട്ട് ജീവിക്കാൻ ഇച്ചിരി പാടാ. നീ ഇപ്പൊ നിന്റെ പണി നോക്കണേ. അത് ശരി. അപ്പൊ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ വഴക്കുണ്ടാകുന്നിട്ട് ഞങ്ങൾ വായും പൂട്ടി. നീ എന്താ നിർത്തി പറ. എന്റെ അനിയന്മാരെ വിട്ട് ഞാൻ മാറി താമസിക്കാനോ? അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നാണല്ലോ പറഞ്ഞത്. ആര് പറഞ്ഞു? നിങ്ങളുടെ അനിയന്മാര്. നിങ്ങളുടെ ചേട്ടന്റെ വിവാഹം നടക്കാത്തതില് നിങ്ങൾക്ക് വിഷമമുണ്ടായിരിക്കാം, അതെനിക്ക് മനസ്സിലാവും. എന്നാ ഇത്തവണ ഞാൻ പറയുന്നു, നിങ്ങൾ ഏർപ്പാടാക്കിയ ഈ കല്യാണം എനിക്ക് വേണ്ട.